ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കൊരു കഥ പറയാനുണ്ട്. അതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വരികയായിരുന്നു. അപ്പം എന്തോ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്പീക്കറിൽ. അത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യാനായിരിക്കുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ നിൽക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കേക്കൊക്കെ കൊണ്ടുവന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഇതൊക്കെ ചെയ്ത് കേക്ക് കട്ട് ചെയ്ത് അപ്പം ആദ്യം ഒരു ചേട്ടൻ ഇങ്ങനെ മുഖത്ത് തേക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരും തേച്ച് ഗൈസ്, എൻ്റെ മുഖത്തും തേച്ച്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്ലം കേക്കായിരുന്നു. പിന്നെ വേറെ ഒരു കേക്കാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളുടെ കടയിൽ വെച്ചാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേക്ക്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ മാഗിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ കുറച്ച് ഡേറ്റ്സ് കഴിച്ചു. അമ്പലത്തിൽ അവിടെ ഇന്ന് അപ്പം വൈകുണ്ഠ ഏകാദശിയായിരുന്നു. അപ്പം അവിടെ കുറച്ച് ഭജൻസ് ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പം ഞങ്ങളവിടെ പോയിട്ട് കേട്ട് തൊഴുതിട്ട് വന്നു. അപ്പം പിന്നെ ഞാൻ കാരണം ഈ സ്റ്റോറി പറയാനുണ്ടല്ലോ, അപ്പോൾ എന്ത് ആഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ആഡ് ചെയ്തു. അപ്പം ഞാൻ കാണിച്ച ഒരു പൂവില്ലേ, ആ പൂ എനിക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടിയതായിരുന്നു. കണ്ടൊരു ആർട്ടിഫിഷ്യലൊക്കെ പോലെ ഇല്ലേ, പക്ഷെ അത് റിയൽ പൂവാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ആ പൂവ്. കണ്ട, സ്മെല്ല് നല്ലപോലെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ കണ്ടൊരു ആർട്ടിഫിഷ്യൽ പോലെ, തൊട്ടാലും അതേപോലെയാണ് ഗൈസ് ഉള്ളത്. നിങ്ങൾക്ക് ഈ പൂവിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പം ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇത്രയും പെട്ടെന്ന് 2025 തീരുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ വന്നുണ്ടാവും, അത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഞാനിത് രാത്രിയാണ് ഗൈസ് എനിക്ക് സമയം കിട്ടിയത്. ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് എടുക്കണം വിചാരിച്ചു, പക്ഷേ ഈ പരിപാടികൾ വന്നപ്പോൾ കുറേ ലേറ്റായി. അപ്പം നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ. ഷോർട്സ് ആണെങ്കിലും ഇതാണ് ഞാൻ വിചാരിച്ചാണ് കേട്ടോ. ഇങ്ങനെ 12 മണി വരെ എനിക്ക് ഇരുന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയണം. പക്ഷെ ഇവിടെ ആരും ഇരിക്കത്തുമില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ഉണ്ട് ആൾക്കാർ, പക്ഷെ എല്ലാവരും കിടക്കും. പിന്നെ എനിക്ക് ഇന്ന് ആ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ വയ്യ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നപ്പോൾ ഞാനിങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്നാണ് ഞാനീ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്കൊരു എന്താ പറയുക, നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വന്നതായിരിക്കും കേട്ടോ. നല്ല പ്രൊഡക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടോ. 2026 ജനുവരി 1. പിന്നെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, കോയമ്പത്തൂർ പോകുമ്പോൾ ഉള്ള വീഡിയോ വന്നതായിരിക്കും കേട്ടോ. ചെന്നൈയിലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. കോയമ്പത്തൂർ പോകുമ്പോൾ ഞാൻ എന്തായാലും എല്ലാ ഫോട്ടോസും വീഡിയോസും എടുക്കാം. അപ്പം എന്താണ് പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നാളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ഇടാം കേട്ടോ. ഹൗ ടു മേക്ക് എ പ്രൊഡക്റ്റീവ് മോർണിംഗ് റൂട്ടീൻ അഥവാ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇനി ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ ഈ സ്റ്റോറി ഇടണമെന്ന് വിചാരിച്ച് ഞാൻ കുറേ എടുത്തായിരുന്നു. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ ഒരു മ്യൂസിക് ആയിട്ട് കേട്ടോ. അഥവാ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.